സൂക്ഷ്മദർശിനിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അതിനകത്തുള്ള ഒരു ക്രൈമിൻ്റെ ഒരു ആസ്പെക്റ്റ് ഇത്രയും പകൽ വെളിച്ചത്തിൽ തൊട്ടടുത്ത് വീടുകൾ എല്ലാമായിട്ട് അങ്ങനെ ഒരു സെറ്റിംഗ് ഉണ്ട്. അപ്പം ഈ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ നടത്തിയിട്ടുള്ള ഒരു വലിയ യാത്രയുടെ കഥ എപ്പോഴും കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഏതെങ്കിലും മൊമെൻറ്റിൽ നമുക്കിത് ഏതെങ്കിലും ഒരു കുറച്ചുകൂടെ സെക്ലൂഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയാലോ അല്ലെങ്കിൽ ഇച്ചിരി ഇരുട്ടൊക്കെ കയറ്റിയിട്ട് ചെയ്താൽ ആളുകൾക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിക്കോട്ടെ, അങ്ങനെ എങ്ങാനും തോന്നിയിരുന്നു ഈ പകൽ വെളിച്ചത്തിൽ ഈ ഒരു പോയിന്റ്? ആക്ച്വലി ഞങ്ങൾ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു. ഇപ്പം എഴുതി വെച്ചിട്ടുണ്ട്, അത് വളരെ ചെറിയ ബഡ്ജറ്റിലൊക്കെ ചെയ്യാൻ പറ്റിയ സിനിമയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ 6 വീടുകളും നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടണം. അപ്പോൾ അങ്ങനെ 6 വീട്ടിലെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. 6 വീട്ടിലും ഷൂട്ടുണ്ട് ആക്ച്വലി, അടുത്തടുത്ത വീടുകൾ. ഇപ്പോൾ 6 വീടും ഡിഫറെൻ്റ് ആയിരിക്കണം. ക്യാരക്ടേഴ്സ് ഉണ്ട് ഓരോ വീടിനും. ഇപ്പം ഒരു അപ്പർ ക്ലാസ് ഉണ്ട്, മിഡിൽ ക്ലാസ് ഉണ്ട്, അപ്പോൾ എക്കണോമി വൈസ് ഡിവിഷനുണ്ട് ക്യാരക്ടറൈസേഷൻ വെച്ച്. അപ്പം നമ്മൾ പോകുമ്പോഴും നമുക്കെല്ലാം പ്രൊഡക്ഷനിൽ ഒരു മീറ്റിങ്ങിലാണെങ്കിലും പറയുന്നത് നമുക്ക് ഇത് ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഒരു ദിവസം ഒരു ചെറിയ പാടലുണ്ടായാൽ നമുക്ക് പിന്നെ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം 40 ദിവസം ഇവിടെ തന്നെയാണ്, ഡേ നൈറ്റ് എന്ന് പറഞ്ഞ പോലെ ഈ ലൊക്കേഷനിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവരെ ബുദ്ധിമുട്ടാക്കരുത് എന്നുള്ളതാണ് നമ്മളെല്ലാ ടീമിനോടും പറയുന്നത്. കാരണം പോയ പിന്നെ ഇങ്ങനെ ഒരു സാധനം കിട്ടാനില്ല. അപ്പോൾ പക്ഷേ അവിടെ എത്തിയപ്പോൾ നേരെ ഫ്ലിപ്പായി. അവിടുത്തെ ആ നാട്ടുകാർ വൻ സപ്പോർട്ടായിരുന്നു. നാട്ടുകാർ നമുക്ക് ഡെയിലി ചക്ക വറുത്ത് കൊണ്ടുതരും എന്ന് പറഞ്ഞ പോലെ അവരുടെ ഒരു അതായത് നമുക്ക് ഒരു ബുദ്ധിമുട്ടും അവർ നമുക്ക് ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് ഏത് രാത്രി ഏത് വീട്ടിലും കയറാമെന്നുള്ള ഇതിൽ നമ്മൾ അവർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അതൊരു മനുഷ്യരുടെ സ്നേഹം നമുക്ക് ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അത് ആ സിനിമയുടെ വിജയത്തിനും കാരണമായത് ആ നാട്ടുകാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനൊരു ലൊക്കേഷൻ പോസിബിൾ അല്ല. അത് നമുക്ക് സെറ്റ് ഇടാന്നുള്ളത് മാത്രമേ നിവൃത്തിയുള്ളൂ. ആ സിനിമയിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ഞങ്ങൾ സ്ത്രീകൾ പൊതുവിൽ ശരിക്കും നല്ല ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ്സ് ആണ് കേട്ടോ. ആ ഒരു എലമെന്റ് കൊണ്ടുവന്നതില്ല, അത് സൂപ്പറായിരുന്നു. അതായത് സൈക്കോളജി ക്രാക്ക് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു ഫീമെയിൽ ജെൻഡറിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ആക്ച്വലി ദാൻ മെയിൽ എന്നുള്ളത്. അങ്ങനെ അതൊരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഒരു ഡിറ്റക്റ്റീവ് ഇതിലേക്ക് എത്തിയതാണ് ആക്ച്വലി. അപ്പോൾ അവർക്കൊരു സർവൈവൽ ഇൻ്റലിജൻസും ഇമോഷണൽ ഇൻ്റലിജൻസും പുരുഷന്മാരെക്കാട്ടിലും കൂടുതലാണ് എന്നുള്ള ആസ്പെക്റ്റിൽ തന്നെയാണ് അതിൽ. അപ്പോൾ അത് എല്ലാ വീടുകളിലേക്കും ആ റിലേറ്റബിലിറ്റി ഗ്രൗണ്ട് ചെയ്യും എന്നുള്ള തന്നെയാണ് ആ ക്യാരക്ടറിലേക്ക് എത്തുന്നത്. ഈ ത്രില്ലർ സ്വഭാവത്തിൽ നമ്മൾ പൊതുവെ ഡാർക്കായ കുറച്ച് പ്ലേസ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ വരികയാണെങ്കിൽ പോലും അത് ഇരുട്ടിന്ന് വന്നാൽ നന്നായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു കോൺസെപ്റ്റുകളൊക്കെ മൊത്തം മാറ്റുകൂടി ചെയ്തു. അത് ഈ ആക്ച്വലി ഇത് എങ്ങനെ വേണമെങ്കിലും ഇതിനെ അപ്രോച്ച് ചെയ്യായിരുന്നു. ആക്ച്വലി തന്നെ ഡാർക്കായിട്ട് ഡാർക്കായിട്ടുള്ള കാര്യമാണ് അവിടെ നടക്കുന്നത്. പക്ഷെ നമുക്ക് ഉറപ്പുണ്ടായിരുന്നു നമ്മുടെ സിറ്റിങ് 6 വീട്ടുകാർ നമ്മുടെ കേരള എക്കണോമിയുടെ വേറൊരു സിമ്പലാണ്. അപ്പം നമുക്ക് ഓഡിയൻസ് കാണാൻ വരുമ്പോൾ അതൊരു ഫാമിലി ഓഡിയൻസ് ആണ് ആക്ച്വലി. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഫാമിലിയാണ്. അപ്പോൾ നമ്മൾ ഡാർക്കായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇന്ന ടാർഗറ്റ് ഓഡിയൻസിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു, ഇവരാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഡാർക്കാണെങ്കിലും അതിനെങ്ങനെ നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാം, കുട്ടികളും എല്ലാ ഏജ് ഗ്രൂപ്പിനും എങ്ങനെ അത് വർക്കാവുന്നുണ്ട്.